ഫ്ലവർ ഷോ കിട്ടിയത് കപ്പ് പൊട്ടിക്കാണ്ട് വെച്ചേക്കണേ. അപ്പോ ഇപ്പൊ ഈ വീഡിയോയിൽ വരുന്നത് എന്താ വെച്ചാല് ഇവിടെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോ നാളെ നമ്മുടെ പിള്ളേരുടെ നബിദിനം, പിന്നെ റാലി ഉണ്ട്, പിന്നെ ചെക്കന്റെ ചെറിയൊരു പാട്ടെന്താ പാട്ടുണ്ട്, ഫ്ലവർ ഷോ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. കുറെ നേരം ഇന്റർവ്യൂ എടുത്തോണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് തന്നെ കൂടെ സപ്പോർട്ടിന് ഞാൻ നിൽക്കാൻ വിചാരിച്ചു. അതാണ് ഈ ഫസ്റ്റ് ഇന്റർവ്യൂല് ഇപ്പൊ ഞാനുണ്ട്, ഇവളുണ്ട്. ഇനിയിപ്പോ പതിയെ പതിയെ അവള് സെറ്റായി വരും. അടിപൊളിയാവും. ചാനലിന്റെ പേരാണ് മൈ ഡ്രീംസ് ചാനല്. ഞാൻ അതിൽ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നിലവിൽ തുടങ്ങി ഒരു ചമ്മലുണ്ട്, അതുകൊണ്ടാണ് ജ്യേഷ്ഠനെ കൂട്ടി. കാരണം കൊറേ നേരത്തെ ഇപ്പൊ ചെയ്തപ്പോ ഇപ്പോൾ തന്നെ പറഞ്ഞു ഇക്ക എടുത്തോ, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിക്കാം, ഇക്ക എടുത്തോ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കേറിയത്. അപ്പൊ നാളെ എപ്പോഴാ പോണത്? വൈകിട്ടാണ് പിള്ളേർ, വൈകിട്ടാണ് ചെക്കന്റെ പരിപാടി ഉള്ളത് കേട്ടോ. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കമായിട്ടൊന്ന് കണ്ണടച്ചേക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ കയറി മുകളിലോട്ട് പോക്കോളും. കഴിഞ്ഞ ഇപ്പൊ ഒരാഴ്ചയായിട്ട് എന്റെ മൊബൈലിൽ വിളിച്ചിട്ട് എങ്ങനെ ചാനൽ തുടങ്ങണ്ട, എങ്ങനെ ചെയ്യണ്ട് ഒക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എഡിറ്റിങ് അടക്കം പകുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ലെവലിൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നല്ല നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി കേട്ടോ. അപ്പൊ റീലുകളൊക്കെ ഇടണം, അതുപോലെ പാചകത്തിന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെയൊക്കെ ചെറുതായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ചാനലിൽ ഇന്ന് മൈ ഡ്രീംസ് എന്ന് പറഞ്ഞ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നേരെ നമുക്ക് ആ വീഡിയോക്ക് നാളത്തെ കാഴ്ചയിലേക്ക് നമുക്ക് നേരെ പോയാലോ. അപ്പൊ നേരെ സ്റ്റാർട്ട് ചെയ്യാം. ബൈ. പാടിക്കേ. കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ പറവാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ പറവാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കലിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അത് 2. ഇസ്ലാംകാര് 3-ാമത്തത് മുതൽ നടുത്ത സക്കാത്താണ്. ഇസ്ലാംകാര്യം 5ആണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. 54-ാണ്, 5-ാമത്തത് ഹജ്ജാണ്. ഹജ്ജുൽ ബൈത്തിന് സർത്താണ്. ഇസ്ലാം കാര്യം 5ആണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അസ്സലാമു അലൈക്കും. അപ്പൊ പാട്ട് കേട്ടില്ലേ? അപ്പൊ ഇതാണ് നാളെ സ്റ്റേജിൽ പാടാൻ പോണത്. നാളെ വൈകുന്നേരം കേട്ടാ. അപ്പൊ ജസ്റ്റ് ആ സ്റ്റേജിലത്തെ കുറച്ച് ഷോട്ട് കാണിച്ചുതരാം. ഏതായാലും ഇപ്പൊ പാടിയില്ല, ആ പാടാണ് സ്റ്റേജിൽ കയറുന്നിട്ട് അവൻ പാടാൻ പോണത്, കണ്ടില്ലേ? അപ്പൊ പഠിപ്പിച്ച ആള് ഇവളാണ്. എത്ര ദിവസം കൊണ്ട് പഠിപ്പിച്ച്? ഇപ്പൊ 1 മാസമൊക്കെ ആയിട്ടുണ്ടോ, 1 മാസം 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും പ്രാക്ടീസ്. 1.5 മാസം ഈ പാട്ടിനാ? അത് മക്കളല്ലേ, ചെറിയ കുട്ടികളല്ലേ, അത് ഇരുത്തി എത്ര റിസ്ക് പഠിക്കുന്ന അറിയാം. എന്നാലും പറ, ആ റിസ്ക് എന്ന് പറഞ്ഞ കേട്ടെ. കുറച്ച് അടിയൊക്കെ കിട്ടിക്കണ്, അടി കിട്ടി, പിടിച്ച് വലിച്ച് ഇരുത്തി. പിന്നെ കളിന്റെ അതിലൊക്കെ ആകുമ്പോ അങ്ങനെ ഇടയ്ക്ക് അവന്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മള് എന്താ പറയാ പഠിപ്പിക്കും. കുഴപ്പമില്ല, അങ്ങനെ പഠിച്ചെടുത്ത്. ഓക്കെ. അപ്പൊ നാളെ കാണാം, ബാക്കി നാളെ കാണാം കേട്ടാ. അപ്പൊ നാളെ റാലി ഉണ്ട്. പിന്നെ ആ റാലിക്ക് പോകുന്ന കാര്യങ്ങളും പിന്നെ ഞാനുണ്ടാവും, പിന്നെ ഉപ്പുപ്പ ഉണ്ടാവും. ഉപ്പുപ്പായിരിക്കും അവന്റെ
ഇസ്ലാം കാര്യം അഞ്ചാണ് അവക്കറിയൽ ഫർളാണ്. നമ്മുടെ പാച്ചുന്റെ ഗാങ്ങും കൊണ്ടുള്ള ഡാൻസ് ആണത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രാക്ടീസ് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ ഒരു മാസം എടുത്തിട്ടുണ്ടാവും. അവിടുത്തെ ഉസ്താദും പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേരെ പഠിപ്പിച്ചാണ്. അപ്പൊ അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഇസ്ലാം കാര്യം മൂന്നാമത്തത് മുതലിനടുത്ത സക്കാത്താണ്. ഇസ്ലാം കാര്യം മികപ്പുകൾ പാടാം പ്രഭാവേ മുഖബത്ത് കോർക്കം നിലാവേ മികപ്പുകൾ പാടാം പ്രഭാവേ മുഹബത്ത് കോർക്കം നിലാവേ തരുൾ ചേരിലെങ്കുന്ന മദീന മദീന കരൾ കനിയെന്നെങ്ങും നബീന നബീന തരുൾ ചേരിലെങ്കുന്ന മദീന മദീന കരൾ കനിയെന്നെങ്ങും നബീന നബീന അസുലഭ സുഖസന്നിധി ത്വയ്യിബാവനി അശികരിൽ പൊരുളേ നബി മധുരക്കനി അസുലഭ സുഖസന്നിധി ത്വയ്യിബാവനി അശികരിൽ പൊരുളേ നബി മധുരക്കനി സലാം 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 നബീന ഫലാഹില സഫീന മുഗൾ പതി മദീന പൂർണ്ണ കമര സമാന സലാം സലാം നബീന ഫലാഹില സഫീന മുഗൾ പതി മദീന. ഗായ്സ്, ഇന്നലെ പാച്ചുവിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു 12:30 മണിയൊക്കെ ആയി വീട്ടിലെത്തുമ്പോട്ടാ. അപ്പൊ അവന് 2-3 സമ്മാനമൊക്കെ കിട്ടി. സോങ്, അതുപോലെ ഫ്ലവർ ഷോ, പിന്നെ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് കൊണ്ട് കിട്ടിയിട്ടാ. കാരണം മെമ്മറി ടെസ്റ്റ് ഉണ്ട് ക്ലാസ്സിൽ വെച്ചിട്ട്. അതിന് ഈ മെമ്മറി ടെസ്റ്റ് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെക്കും, പെൻസില്, പേന, അതൊക്കെ. എന്നിട്ട് ഒരു പ്രാവശ്യം നോക്കിയിട്ട് കാണാതെ പോയിട്ട് ഉസ്താദിന് പറഞ്ഞു കൊടുക്കേ. കാണാതെ പോയി പറഞ്ഞു കൊടുക്കുക. അത് പാച്ചുന്റെ ഈ പ്രായത്തില് അതിനുള്ള അതിന്റെ സെക്കൻഡ് പ്രൈസ് കിട്ടിയാണ്. സെക്കൻഡ് പ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആള് ഭയങ്കര സൈലന്റ് ആണ്, അധികം ആരോടും സംസാരിക്കാൻ വേണ്ടൊന്നുമില്ല. പക്ഷെ ഇന്നലെ ആള് ഉഷാറായിരുന്നു കേട്ടോ. ഭയങ്കര കോൺഫിഡൻസോട് കൂടെ എല്ലാതും എന്താ പറയാ കളിക്കാൻ. പാട്ടാണെങ്കിലും ഞാനൊക്കെ പാട്ട് പാടുന്ന ടൈമിൽ ഒരു പേടി ഉണ്ടാവും. പക്ഷെ അവന് പേടി ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ട് പാട്ട് പാടുന്നത്, പാട്ട് പാടുക. പിന്നെ നമ്മുടെ നിങ്ങളിപ്പോ ഇതിന്റെ പുറകില് തന്നെ പാട്ടും പിന്നെ അവന്റെ ഡാൻസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടായിരിക്കും ഇപ്പൊ ഈ വീഡിയോ കാണുന്നത്. അപ്പം അതിൽ തന്നെ ആ ഡാൻസ് കളിക്കുമ്പോ ഒരു ഇതില്ലാണ്ട്, ചമ്മലില്ലാണ്ട് അടിപൊളിയായിട്ട് അവൻ കളിച്ചത്. ഞാനൊക്കെ ആവണായിരുന്നു, ഞാനും റിയാസൊക്കെ ആവണായിരുന്നു. ഞങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല കേട്ടോ. പക്ഷെ ചെക്കന് കളിച്ചപ്പോ ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് കിട്ടിയ ആ ഗിഫ്റ്റ് അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അത് കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് കേട്ടാ. ഫസ്റ്റ് എന്താണ് ആണോ പാഴ്സൽ കിട്ടിയ 3 ഗിഫ്റ്റില് ജഗ്ഗ വെള്ളം കുടിക്കാൻ പറ്റിയ അടിപൊളി. അതും അടിപൊളിയുണ്ട്. പിന്നെ അതുപോലെ ഇത് പാട്ടിന് കിട്ടിയതാണ് കേട്ടോ. പാട്ടിന് കിട്ടിയേ. മെമ്മറി ടെസ്റ്റിന് ഇത് മെമ്മറി ടെസ്റ്റിന് കിട്ടിയത്. ടിഫിൻ ബോക്സാ. കൊള്ളാം, അടിപൊളി. അടിപൊളിയല്ലേ? അതിൽ അടിപൊളി. ഇതാണ് ഫ്ലവർ ഷോ കിട്ടിയത്. ഫ്ലവർ ഷോ കിട്ടിയത് കപ്പ്. ആഹാ, ഒട്ടിക്കാണ്ട് വെച്ചേക്കണേ. ഇതിപ്പോ എടുക്കില്ലട്ടാ. നമ്മളെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെ എടുക്കുള്ളൂ. അപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കണം ഇപ്പൊ. അപ്പൊ വീട് പണി നടന്നോണ്ടിരിക്ക. അപ്പളേ ഈ സാധനം പൊട്ടിക്കൊള്ളൂ. അടിപൊളി.
എന്തായാലും ഇത്ര പ്രതീക്ഷിച്ചില്ല കിട്ടും കേട്ടോ. തീർച്ചയായും. കാരണം അവന് സൈലന്റ് ആണ്, അതായത് അധികം സംസാരിക്കാത്ത. പക്ഷെ ആള് ആക്റ്റീവാണ് ഇപ്പൊ. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പാടാനും കളിക്കാനും ഒക്കെ. ഞാൻ അത്ര വിചാരിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. വല്ലാത്തൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു, നിൽക്കാക്കുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നലെ കിട്ടിയ. അപ്പൊ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഇവളെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവളെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പൊ എല്ലാരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാ. കുറച്ച് മുകളിലോട്ട് പോട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ പൊക്കോളും. വീഡിയോ എന്തായാലും കണ്ടാ. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ പുതിയ വീഡിയോ ഇട്ട് വരാം. അപ്പൊ ടാറ്റ.